വീഡിയോ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഡെയിലി വെയർ ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പാണ്. അങ്ങനെ ഒരുപാട് വലിയ വലിയ പ്രൊഡക്ട്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ വലിയൊരു കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ മേക്കപ്പിന് മുന്നേ ആയിട്ട് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ബേസ് ആയിട്ട് നമ്മളെപ്പോഴും സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്. സ്കിൻ കെയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ അതിന് മുകളിലാണ് കൊടുക്കുന്നത്. സ്കിന്നുമായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് ഡയറക്റ്റ് കോൺടാക്റ്റിൽ ഒരിക്കലും വരാൻ വേണ്ടി പാടില്ല. അപ്പോൾ ബ്രേക്കൗട്ട്സും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഗ്ലോ പ്ലസ് ജെല്ലോ മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ലൈറ്റ് യെല്ലോ കളറാണ്. ഈ ഒരു യെല്ലോ കളർ എന്താണെന്ന് വെച്ചാൽ പപ്പായ എക്സ്ട്രാക്ട് ഇതിൽ മെയിനായിട്ട് വരുന്നുണ്ട്. പപ്പായ എക്സ്ട്രാക്റ്റും വൈറ്റമിൻ സിയും ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ഈ ഒരു മോയ്സ്ചറൈസർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ജെൽ ടെക്സ്ചറിലാണ് വരുന്നത്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജെൽ ടെക്സ്ചറിലാണ് വരുന്നത്. നന്നായിട്ട് മേക്കപ്പിന് മുന്നേ നന്നായിട്ട് നമ്മുടെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഒരു 92% കൺസ്യൂമേഴ്സും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു 28 days വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റർ ആയിട്ട് വരുന്നു എന്നുള്ളതാണ് 92% കൺസ്യൂമേഴ്സും പറയുന്നത്. അപ്പോൾ ഞാനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ലതായിട്ട് ഡീപ്ലി മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു മോയ്സ്ചറൈസർ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ട് എന്താ വെച്ചാൽ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല പഴുത്ത പപ്പായയുടെ തന്നെ നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾക്ക് കാണാനും വേണ്ടിയിട്ടും പറ്റും. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ജെൽ ഫോമുലയിലാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അധികം സ്റ്റിക്കി ഫീലോ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി യൂസ് ചെയ്തപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അക്വാലോജിക്കയുടെ തന്നെ ജ്യൂസി ഡ്യൂ ഡ്രോപ്സ് ആണ്. ഗ്ലോ പ്ലസ് ജ്യൂസി ഡ്യൂ ഡ്രോപ്സ് ആണ്. ഇത് ഞാൻ മുന്നേ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. മേക്കപ്പിന് മുന്നേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ സ്കിൻ കെയറും ആണ് ഇതിൽ വരുന്നത്. പക്ഷേ ഫേസിന് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോവും കിട്ടും. അങ്ങനെ ഒരു സാധനമാണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. എൻ്റെ ഫേസിൽ ശരിക്കും ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോസി ഫിനിഷാണ് കിട്ടിയത് അല്ലേ. സ്കിന്നിന് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ജസ്റ്റ് ആ ഒരു ഡ്യൂ ഡ്രോപ്സ് ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ ആണ് കിട്ടുന്നത്. ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ്. അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിങ്ങനെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്യുമ്പം പോലും ഈ ഒരു ഡ്യൂ ഡ്രോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗ്ലോ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ അക്വാലോജിക്കയുടെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും പേടിക്കേണ്ട. ഇത് ക്രൂവൽറ്റി ഫ്രീ ആണ്, വീഗൻ ആണ്. അതുപോലെ തന്നെ ഈ അക്വാലോജിക്കക്കാർ ഏത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് വാട്ടറാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പേടിയും വേണ്ട. അപ്പോൾ അക്വാലോജിക്കയുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ aqualogica.in പോയിട്ട് ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും കീർത്തി 20 എന്നുള്ളൊരു കൂപ്പൺ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അക്വാലോജിക്കയുടെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നൈക്കയിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ എൻ്റെ കൂപ്പൺ കോഡ് aqualogica.in അവരുടെ സൈറ്റിൽ മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ സ്കിൻ കെയർ ആയിട്ട് ഞാൻ ഇത്രയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നല്ല, പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ പുറത്തേക്ക് പോകാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ നോക്കിയിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് നല്ലൊരു കവറേജ് തന്നെ കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ പോകുന്നത് ഫൗണ്ടേഷനിലേക്കാണ്. ഞാനിവിടെ മേബ്ലിൻ ഫിറ്റ്മിയുടെ 220 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് എൻ്റെ സ്കിന്നിനേക്കാളും കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ്. പക്ഷേങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഫൗണ്ടേഷൻ കുറച്ച് നമ്മുടെ സ്കിൻ കറക്റ്റ് ടോൺ അല്ലെങ്കിൽ കുറച്ച് ഡാർക്കറൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നന്നായിട്ട് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര ഹ്യൂമിഡിറ്റി കൂടിയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണല്ലേ. അപ്പോൾ ഓക്സിഡൈസ് ആവാനുള്ള ചാൻസ് നന്നായിട്ടുണ്ട്. അതിന് എത്ര ഓക്സിഡൈസ് ആവില്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫൗണ്ടേഷൻ ഞാനിവിടെ
കുറച്ച് ലൈറ്റർ ഷെയ്ഡിലാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിലും മൊത്തമായിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ബ്ലെൻഡ് അത്രേ എനിക്ക് പറയാനുള്ളൂ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ എന്താ കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരാനുള്ള. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇങ്ങനെ റിങ്കിൾസ് ആയിട്ട് വരുന്ന ഇങ്ങനെ മടക്ക് പോലെ വരുന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനെ സ്കിന്ന് വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. നമ്മൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകാം? ഞാൻ ഇത് പറയുന്നത് വെച്ചാൽ ഡെയിലി നമ്മളിങ്ങനെ ഓഫീസിലൊന്നും പോകുമ്പോൾ ചെയ്യാനുള്ളതല്ല. നമ്മളിങ്ങനെ പുറത്ത് എന്തെങ്കിലും കാര്യത്തിന്, ഇപ്പോൾ ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ നമ്മൾ പുറത്തേക്ക് കാഷ്വലി ഇറങ്ങുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മേക്കപ്പാണ്. ഞാൻ ഇവിടെ കൺസീലർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കൺസീലർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു കവറേജ് മാത്രമാണ് കൊടുക്കുന്നത്. നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്കിൻ ടോണിന് ഒരുപാട് ബ്രൈറ്റർ ആയിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര ബോറാവും. ജസ്റ്റ് ഒരു ഷെയ്ഡ് ബ്രൈറ്റ് ആവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അങ്ങനെ ഭയങ്കര ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഷെയ്ഡല്ല ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുന്നോട്ടൊരു വീഡിയോ ചെയ്യാം, എങ്ങനെയാണ് ഐബ്രോ നന്നായിട്ട് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം. കുറേ പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഐബ്രോ നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ സിമ്പിളായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ അങ്ങനെ ഐഷാഡോ പാലറ്റ് അല്ലെങ്കിൽ ബ്ലഷ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ ഒരു ചെറിയൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടായാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ലൈറ്റായിട്ടുള്ള നമ്മുടെ കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ആ ഒരു രീതിയിൽ ഞാനിവിടെ ഒരു ലിപ് ബാമാണ്. ഞാനൊരു കൗമുദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ലിപ് ബാം. ഇതെന്താണെന്ന് വെച്ചാൽ ആയുർവേദിക് ലിപ് ബാം ആണ്. ആമസോണിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായതാണ്. അപ്പോൾ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ മൊത്തമായിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഐ ഷാഡോ കുറച്ച് കണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കും, ലൈറ്റായിട്ടുള്ളൊരു ടിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാനിവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യാണ്. ജംബോ സർക്കസിലെ കോമാളിയല്ല, ആരും ചിരിക്കണ്ട. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഫിംഗർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലിപ് ബാം ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കില്ല. ഏത് കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലെൻഡ്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആ ഒരു നാച്ചുറൽ ലുക്ക് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ആ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്. അതുപോലെ കണ്ണിൻ്റെ മുകളിൽ ഞാൻ ആ ഒരു പിങ്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് എന്താണെന്ന് വെച്ചാൽ ഏത് ഡ്രസ്സിനും മാച്ച് ആവുന്ന ഒരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ? കണ്ണിൻ്റെ മുകളിൽ ആ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ആ അപ്ലൈ ചെയ്തപ്പോൾ ഉള്ള ആ ഒരു ഇതൊന്നും കിട്ടുന്നുണ്ടാവില്ല. ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇനി ഞാൻ കണ്ടോ? അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ബ്ലഷായി ഐ ഷാഡോ ആയി കാര്യങ്ങളൊക്കെ ആയി. ഇനി കണ്ണ് ഞാൻ നന്നായിട്ട് എഴുതുകയാണ്. എപ്പോഴും പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് കുർത്തിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ബോൾഡ് ലുക്ക് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഫേസസിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. ഇത് വാട്ടർ പ്രൂഫ് സ്വെറ്റ് പ്രൂഫ് ഒക്കെ ആയിട്ടുള്ളൊരു കാജലാണ്. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ കൂടുതൽ വേർക്കുമല്ലോ. അപ്പോൾ ഒരുപാട് പരന്ന് പോവാത്ത രീതിയിലുള്ള സ്വെറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാജൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പം ഞാൻ കണ്ണെഴുതാണ്.
എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ എപ്പോഴൊക്കെ ഞാൻ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എനിക്കത് സ്മഡ്ജ് ചെയ്യാതിരിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. സ്മഡ്ജ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എന്താ ഒരു ഫിനിഷിങ് കിട്ടിയ ഒരു ഫീലാണ് എനിക്ക് പൊതുവെ വരാറ്. അതുകൊണ്ട് തന്നെ സ്മഡ്ജ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ എന്താ നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്മഡ്ജ് ചെയ്താൽ 2 ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ചാൽ നമ്മൾ അഥവാ സെറ്റ് പ്രൂഫ് ഒന്നായിട്ടുള്ള കാജലല്ല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പരന്നു കഴിഞ്ഞാലും നമ്മൾ ഓൾറെഡി സ്മഡ്ജ് ചെയ്തിട്ടുള്ള ഒരു ലുക്കാണ് കൊടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ വലിയൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഓൾറെഡി നമ്മൾ പരത്തിയിട്ടാണല്ലോ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. കണ്ടോ? അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ ആ ഒരു സ്മഡ്ജ് ചെയ്തിട്ടുള്ള ആ ഒരു കാജൽ ലുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്പ് ജസ്റ്റ് ഒന്ന് ശരിയാക്കി കൊടുക്കാം. ലിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് എന്നല്ല, ഞാൻ ആകെ ഒരു പ്രൊഡക്റ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മിസ് ക്ലെയറിൻ്റെ 58 എന്നുള്ള ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റായിട്ടുള്ളൊരു എന്താ നമ്മുടെ ചുണ്ടിൽ ചിലപ്പം നടുഭാഗത്ത് കുറച്ചൊരു പിങ്കിഷും സൈഡിലേക്ക് കുറച്ചൊരു ഡാർക്ക് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടാവും അല്ലേ. എൻ്റെ ഇതിനും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നമ്മൾ ഫുള്ളായിട്ടുള്ളൊരു ഇവൺ കളറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ആ ഒരു ലിപ് കളർ വരുമ്പോൾ നമ്മുടെ ഫേസിൽ വേറെ തന്നെ ഒരു മാറ്റമാണ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. ലൈറ്റായിട്ടൊരു ഷെയ്ഡ് മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടി ആകുമ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് എന്താ ഫേസ് ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ടൊന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാടില്ല, ലൈറ്റായിട്ട് മാത്രം. ഞാനിവിടെ മേബ്ലിൻ്റെ ലൂസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുക. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പം ആ ഒരു ലിപ് ബാം ആണല്ലോ ഞാനിവിടെ ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടൊക്കെ കൊടുത്തത്. അപ്പോൾ ഫേസിൽ ആ ഒരു ഓയിലി ഇത് ലിപ് ബാം എന്ന് പറയുന്ന കുറച്ചൊരു ഓയിലി ഇതായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ഓയിലി ഫീൽ വരണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ പ്രോപ്പറായിട്ട് കുറച്ചൊരു മാറ്റ് ഫിനിഷിൽ തന്നെ കിടന്നോളും. അപ്പോൾ അതിനുശേഷം ഞാൻ അവസാനമായിട്ട് എന്താ സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സർ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ചെറിയ മേക്കപ്പ് ആണെങ്കിലും ഹെവി മേക്കപ്പ് ആണെങ്കിലും ഒക്കെ ഫിക്സർ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. മേക്കപ്പ് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനോട് പിടിച്ചിരുന്നോളും. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്ക് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മളിതാ ഇങ്ങനെ ഒരു ബ്ലാക്ക് പൊട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. കാരണം കുർത്തക്കൊക്കെ ഒരു പൊട്ട് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് ലുക്കാണ് അല്ലേ. എനിക്ക് പൊതുവേ ഇഷ്ടമാണ്. കുറച്ചൊരു എന്താ നമ്മൾ ഭയങ്കര വെസ്റ്റേൺ വെയർ ഒക്കെ ഇങ്ങനെ ജീൻസ് ടീഷർട്ടൊക്കെ ഇടുമ്പം പൊട്ട് വെക്കുന്ന വലിയ മാച്ചാവില്ല. പക്ഷെ കുർത്തക്കൊക്കെ നന്നായിട്ട് മാച്ചാവും. അപ്പം ഞാൻ പൊട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഹെയർ ഞാൻ എന്താ നോർമലി ഇങ്ങനത്തെ കുർത്തയൊക്കെ ഇടുമ്പോൾ കുറച്ചൊരു എന്താ കേരള ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഒരു ഹെയർ സ്റ്റൈൽ എന്താ വെച്ചാൽ എല്ലാവരും ചെയ്യുന്നൊരു ഹെയർ സ്റ്റൈൽ തന്നെ ആയിരിക്കും. ഇങ്ങനെ ഒന്ന് ഒരു സൈഡിലേക്ക് അങ്ങനെ പകുപ്പായിട്ടൊന്നും ഇടുന്നില്ല. ഒന്ന് സൈഡിലേക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് ഹെയർ ഇങ്ങനെ എടുത്തിട്ട് ബാക്കിൽ ഇങ്ങനെ ക്ലിപ്പ് ഇടുക ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഹെയർ കുറച്ച് എന്താ ഷോർട്ടായത് കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ മുടി ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇളകി വരുന്നതൊക്കെ നമ്മൾ ചെവിയുടെ പുറകിലായിട്ട് ആക്കി കൊടുക്കുക. ശേഷം ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. സിമ്പിളായിട്ടുള്ള നമുക്കിങ്ങനെ പെട്ടെന്നൊരു ഷോപ്പിങ്ങിനൊക്കെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ലുക്ക് ഒന്ന് എന്താ ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് പ്രൊഡക്ട്സ് മാത്രം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമല്ലാത്ത ഉണ്ടെങ്കിൽ ഇപ്പോൾ ലിപ്സ്റ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഒഴിവാക്കാം. ജസ്റ്റ് ലിപ് ബാം മാത്രം വേണമെങ്കിൽ കൊടുക്കാം. ലൈറ്റ് ടിൻറ്റുള്ള ലിപ് ബാം ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. കണ്ണിങ്ങനെ ബോൾഡ് ലുക്ക് വേണ്ട, കണ്ണ് എഴുതാൻ ആഗ്രഹിക്കാത്തവർക്കാണെങ്കിൽ അങ്ങനെ എഴുതാതെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ജസ്റ്റ് വേണമെങ്കിൽ മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇന്ന് മസ്കാര ഒന്നും യൂസ് ചെയ്തില്ല, കാരണം ഞാൻ അങ്ങനെ പുറത്തേക്ക്
പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ അങ്ങനെ മസ്കാര ഒന്നും അപ്ലൈ ചെയ്യാറൊന്നുമില്ല. കാരണം എനിക്ക് ലാഷസ് കുറച്ചൊരു ഹെവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അതൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.